തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വെള്ളിക്കുളങ്ങര കിഴക്കേ കട്ടിപ്പോക്കം പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് കട്ടിപ്പൊക്കം. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് ഇവിടെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പ്രദേശവാസിയായ അബ്ദുവിന്റെ പറമ്പിലെ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. റബ്ബർ തൈകൾ, തെങ്ങ്, വാഴ തുടങ്ങിയ വിളകൾ കാട്ടാനക്കൂട്ടം ചവിട്ടിമെതിച്ചെന്ന് കുടുംബം പറയുന്നു. നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും രാത്രി 1 മണിയോടെയാണ് ആനകളെ തുരത്തിയത്. രാത്രിയായാൽ കാട്ടാനക്കൂട്ടത്തെ ഭയന്ന് കഴിയുകയാണ് ഇവിടുത്തുകാർ. ആഴ്ചകളായി പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇന്നലെയാണ് രാത്രി ഈ ഭാഗത്തേക്ക് വന്നത്. ഏകദേശം 7 ആനകളുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ലൈറ്റ് ഇട്ട് പടക്കം പൊട്ടിച്ചിട്ട് പോലും ആന ഇവിടുന്ന് മാറാൻ തയ്യാറായില്ല. പിന്നെ അവസാനമാണ് അവര് പതുക്കെ ഈ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി. ഏകദേശം രാത്രി ഇന്നലെ വന്നത് ഒരു 10 മണിക്കാണ്. 10 മണിക്ക് വന്നിട്ട് 11:30 മണി വരെ ഈ പ്രദേശത്ത് ആന നിൽക്കുകയായിരുന്നു. ഈ തെങ്ങൊക്കെ നശിപ്പിച്ചു. ഈ വീടിന്റെ തുമ്പിക്കൈ അതിന്റെ പത്രം വരെ ചെന്നു. അപ്പോഴേക്കും ആൾക്കാർ ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ പതുക്കെ അവര് സ്ലോയിൽ അങ്ങോട്ട് പൊക്കത്തേക്ക് പോകണ്ടായത്. 2:30 മണി വരെ ആന ഈ റബ്ബർ തോട്ടത്തിലുണ്ടായിരുന്നു. ആന മാത്രമല്ല, ഒരു പുലിയുടെ ശല്യം ഇവിടെയുണ്ട്. കാരണം പുലി ഇവിടേക്ക് ആന ഇറങ്ങി വരുന്നതിന്റെ പേരിലാണ് പുലി ഇവിടെ വരുന്നത്. പുലി കൂടാതെ തന്നെ ഈ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്ന കുരങ്ങ്, മലയണ്ണാൻ, പന്നി, മുള്ളംപന്നി, ഒരുവിധം വന്യജീവികളുടെ എല്ലാ ആക്രമണങ്ങളും ഈ സമയത്ത് കാർഷിക മേഖലയായിട്ടുള്ള ഈ സ്ഥലത്തുണ്ട്. ഇവിടെ നേരത്തെ ഫോറസ്റ്റിന്റെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, രാത്രി സ്ക്വാഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെയും കാണാനില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു കാര്യമുണ്ട്, അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ഉണ്ടാവണം. കാരണം ഇത്രയും ജനങ്ങള് താമസിക്കുന്ന സ്ഥലമാണ്. പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.